കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വിശുദ്ധമായ വലിയ നോമ്പിൻ്റെ ഒരു കർത്തൃദിനത്തിലും കൂടെ നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ സന്ധ്യാസമയം നമ്മുടെ വാക്കിലും നമ്മുടെ ചിന്തയിലും ആരാധിച്ചിരുന്ന ആ ആരാധനകളെ കർമ്മം കൊണ്ടുകൂടി ആരാധിക്കുന്ന സമയമാണ് വിശുദ്ധ നോമ്പിൻ്റെ സമയങ്ങൾ എന്ന് ഓർക്കുക. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. ഈ നോമ്പിൽ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒരു പ്രകാശമായും അവൻ്റെ ഉപദേശം വെളിച്ചമായും അവൻ്റെ പ്രബോധനങ്ങൾ ശാസനകൾക്കുള്ള ജീവന്റെ മാർഗമായും ഒക്കെയും സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൽ തന്നെ 16-ാം വാക്യം മുതൽ പറയുന്നുണ്ട്: 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കേണ്ടുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലൊന്ന് നോക്കിക്കണ്ട് നമ്മുടെ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളുടെ നടുവിലും ജീവിതത്തിലെ മധുരഭാവങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ നോമ്പിൻ്റെ ആവശ്യം. ആത്മീയത എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമല്ല. അത് സ്വയം നിയന്ത്രണത്തിലൂടെ സ്വന്തം ശക്തിയെ മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്തുകൊണ്ട് ക്ഷമയോടെ, വിനയത്തോടെ, സഹനത്തോടെ യേശുക്രിസ്തുവിനെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനുള്ള വലിയ ഒരു ഭാഗ്യാവസ്ഥയാണ്. സൃഷ്ടാവിന് സൃഷ്ടിയെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. അതിനാൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് വചനം ഓർപ്പിക്കുന്നു. അപ്രകാരം ഓരോ വസ്തുവും അത് വിരചിച്ച വ്യക്തിയുടെ അഭീഷ്ടം സഫലമാക്കുമ്പോൾ പൂർണ്ണത കൈവരിക്കുകയും വിപരീതമായി ചെയ്യുമ്പോൾ അസ്തിത്വം പാഴാക്കുകയുമാണ്. ജീവിതത്തിലെ മനോഹരമായ നല്ല നിമിഷങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ച നിമിഷങ്ങളാണവ എന്ന് കണ്ടെത്തുവാൻ കഴിയും. നമ്മുടെ നിമിഷങ്ങളെ നമുക്ക് മധുരീകരിക്കാം. ഹൃദയം സൃഷ്ടിയെ കൊണ്ട് നിറയ്ക്കാതെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തകളാൽ നിറയ്ക്കുവാൻ ശ്രമിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ അല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്ന് പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കഴുകി വെടിപ്പാക്കി കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചു അനുഗ്രഹീതരാകുവാൻ
ഈ നോമ്പിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവത്തെ മുന്നിൽ കണ്ട് നാം വേദനിച്ചെടുക്കുന്ന ചില കർമ്മങ്ങളുണ്ടല്ലോ, അവ സജീവമായ ദൈവ സാന്നിധ്യത്തെ നമുക്ക് കാണിച്ചു തരികയും ഒരു വിളിക്ക് ഉണരുവാൻ കഴിയുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് ഈ നോമ്പുകാലം നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമ്പോൾ നോമ്പുകാലം പുണ്യകാലമാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.